അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി നടക്കുകയാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വളരെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് നമുക്ക് മതേതര ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് ഇന്ന് ഞങ്ങളെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ്.ടിയുടെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ബഹുമാന്യനായ എ.കെ. നാസർ കാപ്പുമുഖം, പ്രിയപ്പെട്ട സുധീർ വി പി, താഴേക്കോട് പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധികളായ ഞങ്ങൾ ഇന്ന് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തും. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ബഹുമാന്യനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബാണ് മത്സരിക്കുന്നത്. ആ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് മത്സരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്, ബഹുമാന്യനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ലോക്സഭയിൽ എത്തുമ്പോൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അപ്പോൾ ആ ഒരു പഴയ പെർഫോമൻസ് വിലയിരുത്തിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുന്നോട്ട് നയിക്കാൻ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ഫിറ്റാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. ബഹുമാന്യനായ നമ്മുടെ എ.കെ. നാസർ കാപ്പുമുഖം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തുടക്കമിടും. അതുപോലെ അതിൻ്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് ബാക്കിയുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ കടന്നു വരും. ഇ.ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് സാധാരണക്കാർക്കിടയിൽ ഇ.ടി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊക്കെ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കടന്നു വരാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഓരോ വ്യക്തികളും വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഇ.ടി. മുഹമ്മദ് ബഷീറിന് പാർലമെൻറ്റിലേക്കാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് അയക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമയത്ത് നമ്മളെ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ ഈ 500 ശതമാനം ആളുകൾ 543 പ്രതിനിധികളാണ് ഈ നമുക്ക് ലോക്സഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഉണ്ടാകാൻ പോകുന്നതിൽ നമ്മളെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നമുക്ക് പരമാവധിയുള്ള സീറ്റുകളാണ് നമുക്ക് കോൺഗ്രസ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് പരമാവധി ആയിക്കോട്ടെ നമുക്ക് ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. നമ്മൾ കുറേ കാലങ്ങളായിക്കോട്ടെ നമ്മൾ പല ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ അധികവും ഒരു ട്രെയിനിൽ യാത്ര, അങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഓരോ റെയിൽവേ ആ മുഖാന്തരം നമ്മളൊന്ന് ചർച്ച നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് എത്ര നമ്മുടെ ഈ പാർലമെൻറ്റിലേക്ക് നമ്മളെ പ്രതിനിധീകരിച്ച് പോയിരിക്കുന്ന അവരെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന് ഒരു പ്രത്യേക പ്രോത്സാഹനം തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അഷഫ് സാഹിബിനും സുധീർ സാഹിബിനൊക്കെ അറിയാവുന്നതിൽ കൂടുതലായിക്കൊണ്ട് എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ പോകുന്ന ഓരോ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഓരോ ഭാഗങ്ങളിൽ നമ്മുടെ ഈ പണ്ടുള്ള പഴയ കാലങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഈ തലമുറകളൊക്കെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസം പരമായിക്കൊണ്ട് അതുകൊണ്ട് പുരോഗതികൾ തന്നെ വളരെയധികം പുരോഗതികളുണ്ട്. ഇപ്പോൾ ഭാരതീയ നമ്മൾ കേന്ദ്രത്തിലെ ഭരണം മറ്റുള്ള പാർട്ടികൾ കൈയടക്കുമ്പോൾ അതിന് എല്ലാവരെയും പല സാഹചര്യം നമ്മൾ ഇ.ടി. മുഹമ്മദ് ബഷീർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അവിടെ ഇടി മുഴക്കം പോലെ തന്നെ എന്ന് പറയാം, പല സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള ഒരു മേധാവി നമുക്ക് പാർലമെൻറ്റിൽ അത്യാവശ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമ്മൾ ജീവിക്കണോ അത് മരിക്കണോ എന്ന് വരുന്ന ഈ സാഹചര്യം ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇ.ടി. മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ആൾ വൻ ഭൂരിപക്ഷത്തോട് കൂടെ തന്നെ നമുക്ക് പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അത് എന്നപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾ എന്തെല്ലാമാണ് നമുക്ക് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നാട്ടുപുറങ്ങളിൽ മാക്സിമം നമ്മൾ നാട്ടുപുറങ്ങളിലാണല്ലോ നമ്മുടെ വോട്ടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലുള്ള വോട്ടുകൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് പരമാവധി നമ്മൾ
ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രമിക്കണം. അത് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂടി ആലോചിച്ചില്ലെങ്കിൽ നമ്മളിവിടെ എങ്ങനെയാണെന്ന് കാര്യമില്ല. നമ്മൾ ഇറങ്ങണം. നമ്മൾ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ അവിടെയുള്ള വോട്ടർമാരെ കണ്ടിട്ട് ഇങ്ങനെയാണ് നമ്മൾ എനിക്ക് മുഹമ്മദ് ബഷീർ സാഹിബ് ഇന്ന അവസ്ഥയിലാണ് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധീകരിച്ചു കൊണ്ട് പോയിരിക്കുന്ന നേതാക്കന്മാരെ നമ്മുടെ സമദാന സാഹിബ് ആയിക്കോട്ടെ, സമദാന സാഹിബും മുഹമ്മദ് ബഷീറും ഒക്കെ ഇപ്പോൾ നമുക്ക് കുറച്ച കാലങ്ങളിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് വേണ്ടി സുധീർ സാഹിബ് നമ്മളെ താഴേക്കോട് പഞ്ചായത്തിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ പ്രതിനിധികൊണ്ട് നമുക്ക് കഴിയുന്നത് അതാണ് നമ്മളെ ഗ്രൗണ്ട് വർക്ക് ഉഷാറാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെയും കൂടെ കണ്ടുകൊണ്ട് അല്ലേ അല്ലേ അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രവർത്തനം ഏതുപോലെ ശക്തി പ്രവർത്തനം നമുക്കൊരു ചർച്ച നടത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഏത് രൂപത്തിൽ കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് ഒന്ന് വിശദീകരിക്കാം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചപ്പോ അദ്ദേഹം നാസിർ സാഹിബ് നമ്മളെ ഗ്രൗണ്ട് വർക്കിനെ കുറിച്ചും ETA കുറിച്ചും ചെറിയൊരു വിവരണം ഇവിടെ തന്നു. വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് മത്സരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് ബഹുമാന്യനായ അദ്ദേഹത്തിൻ്റെ മരണശേഷം ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിച്ചപ്പോൾ അതോടൊപ്പം തന്നെ അതിനുശേഷം ബഹുമാന്യനായ അബ്ദുൽ സമദാനി സാഹിബ് മലപ്പുറത്ത് ജനവിധി തേടിയപ്പോൾ കൃത്യമായും തന്നെ താഴേക്കോട് പഞ്ചായത്തിലെ 84-ാം ബൂത്തിൽ കൃത്യമായി അതിൻ്റെ A to Z വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ആ ബൂത്തിൻ്റെ കൺവീനർ എന്നുള്ള നിലക്കും എൻ്റെ സഹപ്രവർത്തകരായി വൈസ് ചെയർമാനും ജോയിന്റ് കൺവീനറൊക്കെ ആയി പ്രവർത്തിച്ച എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ ഒരു നീണ്ട ഒരു 20 വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബൂത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി ഞങ്ങൾക്കൊരു ഒരു പഠനം നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ 5 വാർഡുകൾ കേന്ദ്രീകരിച്ച് 5 വാർഡിൽ നിന്ന് കുറേ ആളുകളെ ബൂത്ത് വോട്ടർമാരെ എടുത്തുകൊണ്ടുണ്ടാക്കിയ പുതിയൊരു ബൂത്താണ്. അത് നിലവിൽ ഇപ്പോൾ 87-ാം നമ്പർ ബൂത്താണ്. അത് ഈ പ്രാവശ്യം ഞങ്ങളുടെ തിരക്കുകൾ കാരണം ഞങ്ങൾക്കൊക്കെ സംഘടനാ സംവിധാനത്തിലൊക്കെ തിരക്കുകൾ കാരണം ഇപ്രാവശ്യം അത് വേറൊരു കബീർ എന്നുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ കൺവീനറായി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അതിൻ്റെ ബൂത്തിൻ്റെ ഉന്നത നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ പോലും സംഘടനാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ മണ്ഡലം തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിൽ കൃത്യമായി പ്രവൃത്തി പരിചയമുള്ള നൂറ്റാണ്ട് കാലം പ്രവൃത്തി പരിചയമുള്ള വ്യക്തികളാണ് ഞങ്ങൾ. അപ്പോൾ കൃത്യമായും തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ATA എടുക്കുമ്പോൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറത്തുകാർക്ക് ലഭിച്ചിട്ടുള്ള ഓരോ ആനുകൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മലപ്പുറത്ത് നിന്ന് ഞാനടക്കമുള്ള ഇവരൊക്കെ വോട്ട് ചെയ്തിട്ടുള്ളത് ആദ്യമായി അഹമ്മദ് സാഹിബിനെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ലോകം അറിയപ്പെടുന്ന ഒരു നേതാവ്, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവ്, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കേന്ദ്ര വിദേശകാര്യ സഹവകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തി, ഞങ്ങൾ വോട്ട് ചെയ്ത ഒരു നേതാവായിരുന്നു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് ബഹുമാനനായ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് നിന്ന് ജനവിധി നേടിയപ്പോൾ കൃത്യമായും മുസ്ലിങ്ങളാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നേരിട്ട് അദ്ദേഹം വാഗ്വാദത്തിൽ ഏർപ്പെട്ടതൊക്കെ ഇന്നും ചരിത്രത്തിൽ നമുക്കൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റിനകത്ത് അമിത്ഷായോട് നേരിട്ട് കയർക്കുന്നതൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ബഹുമാനനായ സമദാനി സാഹിബാണ് മലപ്പുറത്ത് നിന്ന് ജനവിധി തേടിയത്. വളരെ കൃത്യമായി തന്നെ ഭാഷകളുടെ വലിയൊരു വൈഭവം തന്നെയാണ് സമദാനി സാഹിബ്. ഏകദേശം 10-13-ലധികം ഭാഷകൾ കൃത്യമായി പരിജ്ഞാനമുള്ള ഒരു വളരെ കൃത്യതയോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ചടുലമായ രീതിയിൽ പാർലമെന്റിനകത്തെ ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും വളരെ കൃത്യമായി തന്നെ അതോടൊപ്പം തന്നെ അല്ലാമ ഇക്ബാലിന്റെ കവിതകളിലൂടെയൊക്കെ പാർലമെന്റിലെ ചിരി പടർത്തി കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കെൽപ്പുള്ള ഒരു നേതാവായിരുന്നു ബഹുമാനനായ സമദാനി സാഹിബ്. അദ്ദേഹം കൃത്യമായി തന്നെ പാർലമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ ഹാജർ നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ബഹുമാനായ ET മുഹമ്മദ് ബഷീർ സാഹിബും സമദാനി സാഹിബും. അപ്പോൾ ഇന്നും ഇനിയിപ്പോ മറ്റുള്ള ആളുകളൊക്കെ നമ്മുടെ എതിർച്ചേരുള്ള ആളുകളൊക്കെ പറയും ചെറുപ്പക്കാരായ ആളുകളാണ്, മറ്റുള്ള ചെറുപ്പക്കാർ മുസ്ലിം ലീഗില് അവർക്ക് അവസരം നൽകുന്നില്ല എന്നത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ജനപ്രതിനിധി കൃത്യമായി തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി വരുന്ന ജനകോടികളുടെക്കിടയിൽ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിനും രാജ്യത്തിന്റെ 60% വരുന്ന മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി ഇന്ത്യൻ പാർലമെന്റിനകത്ത് കൃത്യമായി
വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ കാലം അത്രയും മുസ്ലിം ലീഗ് ജനപ്രതിനിധികളായി പാർലമെന്റിലേക്ക് അയച്ചിട്ടുള്ളത്. കൃത്യമായും അത് ബോധ്യപ്പെടുത്താൻ അവർക്ക് കെൽപ്പുള്ള, പക്വതയുള്ള, പ്രവൃത്തി പരിചയമുള്ള, പ്രാഗൽഭ്യമുള്ള, കൃത്യമായും മന്ത്രിസ്ഥാനം അലങ്കരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി, അതുപോലെ തന്നെ സ്വന്തം തൊഴിലാളികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാന പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച് ബീഡി തൊഴിലാളിയായി സംഘടനാ സംവിധാനത്തിലേക്ക് കടന്നു വന്ന് നീണ്ടനാൾ മുസ്ലിം ലീഗിന്റെ ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ വർത്തമാന കാലഘട്ടത്തിലെ CH മുഹമ്മദ് കോയ സാഹിബിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ പ്രവർത്തനം എന്നാണ്. കാരണം ഈ രാജ്യത്ത് ഇതിനു മുമ്പേ ഉണ്ടായുള്ള ബീഫ് പരമായി ബന്ധമായ പ്രശ്നം, അതുപോലെ തന്നെ മറ്റേ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ അതിക്രമങ്ങളുടെ വിഷയം, അത് കാശ്മീരിലെ കത്വ എന്ന പെൺകുട്ടിയുടെ വിഷയത്തിലാണെങ്കിലും UP-യിലെ ബീഫിന്റെയും മറ്റും ജുനൈദിന്റെയും അഖ്ലാഖിന്റെയും വിഷയത്തിലാണെങ്കിൽ പോലും, എന്ത് വിഷയത്തിലാണെങ്കിലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ആ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഒരു MP എന്നുള്ള നിലയിൽ കേരളത്തിലെ മലപ്പുറത്ത് നിന്ന് നമ്മൾ പറഞ്ഞയച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയുടെ ഒരു പടനായകനായി പാർലമെന്റിലേക്ക് എത്തിയ ET മുഹമ്മദ് ബഷീർ സാഹിബ് രാജ്യത്തിന്റെ ഏതൊരു സംസ്ഥാനങ്ങളിലും 29 സംസ്ഥാനങ്ങളിൽ എവിടെ ന്യൂനപക്ഷങ്ങളായി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, അവർക്ക് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാലും, അവർക്കെതിരെ എന്തെങ്കിലും ശബ്ദമുയർന്നാലും, അത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന അവരുടെ മറ്റ് പോഷക ഘടകങ്ങളുടെ ആക്രമണങ്ങളാണെങ്കിൽ പോലും ആ സമയത്ത് വളരെ കൃത്യതയോടുകൂടെ തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ കൃത്യമായി തന്നെ ഒരു വ്യക്തിയായി ചാടി എണീറ്റുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് ആ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ തടഞ്ഞു നിർത്തുമ്പോൾ രാജ്യത്തിൽ നിന്നുള്ള ഒരു MP ആയി തെരഞ്ഞെടുത്ത പാർലമെന്റ് MP ആയ എനിക്ക് രാജ്യത്തെ ഏത് സംസ്ഥാനത്തും ഏത് പ്രശ്നങ്ങളിലും ഇടപെടാൻ കൃത്യമായി അതിനെ ഇവിടെ നിയമം അനുശാസിക്കുന്നുണ്ട് എന്ന്, അതിന്റെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ജാർഖണ്ഡിലായാലും, അത് ബംഗാളിലായാലും, അത് കാശ്മീരിലായാലും, അത് മഹാരാഷ്ട്രയിലാണെങ്കിലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ യാതനകളും വേദനകളും അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു പ്രാഗല്യമുള്ള ഒരു വ്യക്തിത്വമാണ് ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ അദ്ദേഹം എന്തുകൊണ്ടും അതിന് ഫിറ്റാണ് എന്നുള്ളത് കൃത്യമായി ഈ നമ്മുടെ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും കൃത്യമായി ETയെ വിലയിരുത്തുമ്പോൾ അവരുടെ വാക്കിൽ നിന്നും അവരുടെ മുഖത്തിൽ നിന്നും അത് വെളിവാകും. കാരണം അത് അവരൊക്കെ മറ്റു രാഷ്ട്രീയ പ്രതിനിധികളാണെങ്കിൽ പോലും പല വിഷയങ്ങളും ബഹുമാനായ ETയോട് സംസാരിച്ച് അദ്ദേഹത്തിൽ നിന്ന് കഴിവ് നേടുന്നു, അദ്ദേഹത്തിന്റെ അറിവ് നേടുന്നൊക്കെ നമുക്ക് പല ആളുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. കൃത്യമായും നമ്മൾ മലപ്പുറത്ത് നിന്ന് ഒരു ജനവിധി തേടുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നമ്മുടെ കേരളത്തിൽ നിന്ന് 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ആ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ ഏറ്റവും പ്രവൃത്തി പരിചയമുള്ള, പ്രാഗൽഭ്യമുള്ള, ഏറ്റവും അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ET മുഹമ്മദ് ബഷീർ സാഹിബ്, ബഹുമാനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് വൻ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ പാർലമെന്റിലേക്ക് എത്തുമെന്നുള്ളത്, പ്രത്യേകിച്ച് വലിയ യുവ വോട്ടർമാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാര് ഒക്കെ കൃത്യമായും അത് മനസ്സിലാക്കി ETയെ വൻ വിജയത്തിലെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രാദേശികമായി പ്രവർത്തിച്ച് നിയോജക മണ്ഡലങ്ങളിലും മറ്റ് മേഖലകളിലും ജില്ലാ തലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള നമ്മുടെ സുധീർ സാഹിബിന്റെ നമ്മോടൊപ്പം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3-4 തെരഞ്ഞെടുപ്പുകൾ ETയെ ബഹുമാനായ EM സാഹിബിന്, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്, സമദാനി സാഹിബിനൊക്കെ കൃത്യമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ അനുഭവങ്ങളെക്കുറിച്ചും ET എന്താണ് എന്നതിനെക്കുറിച്ചും ഒക്കെ സുധീറും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇവിടെ സൂചിപ്പിക്കും. അതിന് സുധീർ സാഹിബും ഈ നമ്മുടെ ഈ ചർച്ചയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെയും അതിനോട് ക്ഷണിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു അഭിമാനമാണ്. ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് BJP സർക്കാരാണെങ്കിൽ അത് നമുക്ക് അവരുടെ ഇടയിൽ നമുക്ക് നമ്മുടെ സമുദായത്തിനും മറ്റുള്ള സമുദായങ്ങൾക്കൊക്കെ വേണ്ടി അവിടെ ഫൈറ്റ് നിന്നിട്ട് നമുക്കൊക്കെ വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ സമയങ്ങളും മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി അവിടെ പൊരുതുകയാണ്. അപ്പോൾ അതുപോലത്തെ ഓരോ വ്യക്തികളാണ് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ
നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൂടിയിട്ടുള്ളത് സ്റ്റീവ് എന്ന് പറഞ്ഞ പിന്നെ പോഷക മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയുടെ നേതാക്കന്മാരെ നിലനിൽക്കാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വോട്ടുകൾ നമുക്ക് വാർഡ് തലത്തിലും യൂണിറ്റ് തലത്തിലും അടിത്തലത്തിലൊക്കെ എല്ലാ മേഖലയിലേക്കും നമ്മൾ ഇറങ്ങണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് കൂടി നമ്മൾ ഓരോ മുക്കിലും മൂലയിലും ഓരോ പിന്നെ സ്ഫോടകളായിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇത് കണക്കിലെടുത്ത് ഇത് ശ്രദ്ധിച്ച് അതിൻ്റെതായിട്ടുള്ള കൈകാര്യങ്ങൾ ചെയ്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അവിടെ കൊണ്ടുപോയി എത്തിക്കഴിഞ്ഞാൽ നാളെ നമുക്കറിയാം ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വിടുകയാണ്. നാളെ എന്താവും എന്ന് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ അമീഷക്കെതിരെയൊക്കെ പിന്നെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പറ്റുന്ന വ്യക്തികളാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ചുണക്കുട്ടികൾ നേതാക്കന്മാരായിട്ട് അവിടെ MP ആയിട്ട് ചെയ്യുന്ന ആളുകൾ. ഞാനിപ്പോൾ സാഹിബായിക്കോട്ടെ, സമുദായ സാഹിബായിക്കോട്ടെ, അഹമ്മദ് സാഹിബിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഒരു പാവപ്പെട്ടവന്റെ പ്രശ്നത്തിൽ പോലും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അത് ആയിക്കോട്ടെ നമ്പർ ഉണ്ടോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് എന്താണ് എല്ലാവരും അതിന് ജാതിഭേദമില്ലാതെ എല്ലാവരും കൂടി തീരുമാനിച്ച് ആ വ്യക്തിയെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കണം, കേരളക്കാർക്ക് കേരളത്തിൽ ജീവിക്കണം, എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ജീവിക്കാൻ, അത് മുസ്ലിംസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മറ്റ് മതസ്ഥരായിക്കോട്ടെ, എല്ലാവർക്കും ഇന്ത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ജീവിക്കാനുള്ള നമുക്ക് സ്വാതന്ത്ര്യം വേണം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം എന്ന് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ വോട്ടിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ് നമ്മളൊക്കെ ഇപ്പോൾ നമുക്ക് ഇത് പ്രവർത്തിക്കാനുള്ള ഒരു പിന്നെ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ചാൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് മാറി നിൽക്കാൻ പറ്റും. നമുക്കതിൻ്റെ കൺവീനറോ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾ പാർട്ടി, നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടി, ആ പാർട്ടീനെ സ്നേഹിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടേതായ രീതിയിൽ പിന്നടിച്ചതിലേക്ക് ഇറങ്ങി നമ്മളൊരു ശൈലിയിൽ പോയി നമ്മൾ ആളുകളെ കുട്ടികളെ അത് സ്ത്രീകളായിക്കോട്ടെ, മറ്റു കുട്ടികളായിക്കോട്ടെ എല്ലാവരെയും കണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജയിപ്പിച്ചു വിടാൻ ആവശ്യത്തിലാണ് നമ്മൾ കാര്യത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോക്സഭ ഇലക്ഷൻ ആയിക്കോട്ടെ, അത് നിയമസഭ ആയിക്കോട്ടെ, നമ്മളെ ഈ ഒരു മുഖമുണ്ട്. ഈ STU നമ്മൾ STU തൊഴിൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വാപ്പ തലമുറ കാലങ്ങളായിട്ടുള്ള നമ്മളെ ഒരു അന്നത്തെ കാലത്ത് നമ്മളെ വാപ്പാര് കൂടെ നമ്മൾ വീടുകളിൽ പോയി കൊണ്ട് പിന്നെ വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ വാപ്പാരെ കൂടെ നമ്മൾ വോട്ട് അഭ്യർത്ഥനയുമായി പോയി കൊണ്ട് നമ്മൾ ഈ പാർട്ടി നമുക്ക് വേറൊരു ചിന്തയില്ലല്ലോ. നമുക്ക് ഈ ഒരു മുസ്ലിം ലീഗ് ഇന്ന് നമ്മളൊരു ഭാരതത്തിൽ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. ജനിച്ചതും ജീവിക്കുന്നതും കടന്നുറങ്ങുന്നതും എന്നീ കാലം അത്രയും മുസ്ലിം ലീഗിലൂടെയാണ്. അപ്പൊ നമുക്ക് ഭാരവാഹിത്വം കിട്ടുന്നത് എങ്ങനെയാണ്? അത് പ്രവർത്തനത്തിന്റെ അംഗീകാരമാണ്. അത് ചിലപ്പോ പല നമുക്ക് സംസ്ഥാന ഭാരവാഹിത്വം വരെ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭാരവാഹിത്വം അല്ല ഇതിൽ പ്രാധാന്യം. അത് നമ്മുടെ പ്രവർത്തനത്തിൽ ലഭിക്കുന്ന അംഗീകാരങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ അംഗീകാരം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എന്താക്കരുത്. അല്ല, ഈ അംഗീകാരം കിട്ടിയത് മുസ്ലിം ലീഗിലൂടെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ശക്തി പ്രാപിച്ചത് കാരണം നമുക്ക് ഈ അംഗീകാരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വെറും പഴയ കാലങ്ങളിൽ നമ്മളുള്ള ആളുകളൊന്നും ഒരു സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അവരൊക്കെ എങ്ങനെയായിരുന്നു ആ സമയമാകുമ്പോ നമുക്ക് പണ്ടത്തെ കാലങ്ങളിലൊക്കെ നമുക്കറിയാം. നമ്മൾ ആ ഇലക്ഷന്റെ ടൈം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉത്സാഹമാണ്. ഒരു പെരുന്നാൾ വരുന്നൊരു ഉഷാറായിരുന്നു. എന്താ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒരു പ്രത്യേക ഒരു മാലകളും കാണുന്ന കൊടികളൊക്കെ പിടിച്ചിങ്ങാണ്ട് നമ്മള് പിന്നെ എങ്ങനെ പിന്നെ ഉഷാറാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈ മുസ്ലിം ലീഗ് നമ്മളുടെ മനസ്സിനകത്ത് മുസ്ലിം ലീഗിന്റെ ഇതുണ്ടാവുകൊണ്ടാണ്. ആ ഒരു ഇതില് എന്തായി പോയി അലിഞ്ഞു ചേർന്ന ആൾക്കാർ. അപ്പൊ ഈ മുസ്ലിം ലീഗ് പാർട്ടിന് ഇനി നമ്മുടെ മക്കൾ എന്ത് വേണം? നമ്മളെ കൂടെ നമ്മുടെ മക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സെറ്റാക്കണം. അത് പരിചയപ്പെടുത്തുന്നതിന്റെ പുറമെ എന്ത് വേണം? ഇപ്പൊ നമ്മള് പിന്നെ
ഇപ്പം നമ്മൾ ചെല്ലുന്ന ഓരോ വീടുകളും ഇപ്പോൾ അഷറഫ് സാഹിബ് സുധീർ സാഹിബ് നമ്മളൊക്കെ കഴിഞ്ഞ തവണ അതിൻ്റെ മുന്നത്തെ തവണ പഴയ ഒരുപാട് ഇലക്ഷന് നമ്മൾ പിന്നെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളെ കാണുന്ന സമയത്ത് ആ വീട്ടുകാർക്കൊരു വേറൊരു ഇതുണ്ട്. ഈ പിന്നെ ആളുകൾ നമ്മളെ എല്ലാ പ്രാവശ്യവും വരുന്നൊരു വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് എന്തായി ആ കാണുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കില്ലേ പല നമ്മള് ഈ ഒരു ഇതിനൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേക സൽക്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കിട്ടലൊക്കെ എന്തുകൊണ്ടാണ് അവരെന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മളിപ്പോൾ ഈ സുധീർ സാഹിബ് പിന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ സുധീറിനായിട്ട് കത്തുന്നല്ല പല കാര്യങ്ങളും എന്തെന്ന് പറഞ്ഞാൽ എനിക്കെന്നെ അനുഭവങ്ങളുണ്ട്. ഓരോ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്ഥാനങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിന് വേണ്ട ആളുകളാണ് ഇതിന് വേണ്ടത്. ആ സമയത്തൊക്കെ അതല്ലെങ്കിൽ സുധീറിനുണ്ടാകുന്ന ഒരു വ്യക്തി അവനുണ്ടാകുന്ന കഴിവ് നമുക്കുണ്ടാകുന്ന സുധീറിനുണ്ടാവില്ല. അതൊരു അതിൻ്റെതായ ഒരു രീതിയാണ്. അതെങ്ങനെയാണെന്ന് അറിയാം. അത് നമ്മള് ആളുകൾ പ്രത്യേകിച്ച് മോട്ടോർ തൊഴിലാളി മേഖലയില് പോലീസ് സ്റ്റേഷൻ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടാൻ ഇന്ന് പെരുന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ അത്യാവശ്യം ചെലപ്പുള്ള നല്ലൊരു നേതാവാണ്. സ്റ്റേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതേപോലെ ഇപ്പോ നമുക്കൊക്കെ അറിയാം പല കാര്യങ്ങൾക്കും അവിടെ ചെല്ലുന്ന സമയത്ത് ആ അഭിമുഖീകരിക്കുന്ന രംഗങ്ങൾ ആരാണ് ഇതിൽ നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായി നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അതല്ല ഒരു ചില സമയത്ത് ചിലപ്പോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും, ചില സമയത്ത് ഞാൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ കൂട്ടുത്തരവാദിത്തത്തിന്റെ കൂട്ടുപ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ ഒരു അതാണ് നമുക്ക് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. നമ്മുടെ മുൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാരണന്മാർ നമ്മുടെ വാപ്പ തലമുറകൾ തന്ന ആ ഒരു പാരമ്പര്യം നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ് അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇവിടെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് നമ്മള് പോരുകളും ചേരികളും ഒക്കെ മാറ്റി വെക്കണം. അതൊക്കെ രാഷ്ട്രീയപരമായ അതെന്താണെന്നറിയോ, കൂടുതൽ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്താണ് കൂടുതൽ മാങ്ങകളുടെ അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ നമ്മുടെ 140 കോടി ജനങ്ങളെ ഈ രാജ്യത്തെ മതേതര രാജ്യമായി 125 പിന്നെ കൊല്ലത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഭരിച്ച് ഇവിടെ വികസനങ്ങൾ നടത്തി രാജ്യത്ത് വളരെ കൃത്യമായി തന്നെ മതേതര ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ലോകത്ത് തന്നെ അറിയപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ 30 കോടി വരുന്ന മുസ്ലിം സമുദായം, അതിനോടൊപ്പം വരുന്ന ക്രിസ്തീയ സമൂഹം, അതിനൊക്കെ ഇവിടെ ഏറ്റവും വലിയ പിന്നെ സമൂഹമായി നിൽക്കുന്ന ഹിന്ദു സമൂഹം, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ബുദ്ധനും പാഴ്സിക്കാരനും ജൈനമതക്കാരനും ഒക്കെ തോളോട് തോൾന്ന് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഇന്ത്യ മഹാരാജ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ എല്ലാം മറന്ന് എല്ലാ അനൈക്യങ്ങളും മാറ്റിവെച്ച് വളരെ കൃത്യതയോടുകൂടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് കരുത്തേകാൻ നമ്മൾ കൃത്യമായി രംഗത്തിറങ്ങി ബഹുമാനനായ ടി മുഹമ്മദ് ബഷീർ സാഹിബിലൂടെ ബഹുമാനായ പിന്നെ രാഹുൽ ഗാന്ധിക്ക് കരുത്തേകിക്കൊണ്ട് കൃത്യമായി രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം തിരിച്ചുവരവ് നടത്തി മുന്നേറ്റുള്ള ഒരു പ്രയാണം നടത്തി ആ ഒരു സന്തോഷത്തോടു കൂടി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനമായ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് ആ ഒരു അദ്ദേഹം ആ ഒരു പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു സുദിനമാണ് നമ്മളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ അതിലേക്കാണ് നമ്മുടെ പ്രയാണം. അതിലേക്ക് ഈട്ടി എന്ന ഒരു മനുഷ്യൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിലെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ പറയാം. കൃത്യമായി ലഭിക്കുന്ന വളരെ കുറഞ്ഞ സമയങ്ങൾ 543 MP-മാർക്കിടയിൽ 2-3 മിനിറ്റ്, ഏറിയാൽ 5 മിനിറ്റ് മാത്രമാണ് ഒരു പാർലമെന്റ് MP-ക്ക് ചിലപ്പോൾ സംസാരിക്കാൻ അവസരം ലഭിക്കുക. ആ 5 മിനിറ്റിനുള്ളിൽ പറയേണ്ട രൂപത്തിൽ പറയേണ്ടതുപോലെ പറയേണ്ടവരുടെ മുഖത്ത് നോക്കി തന്റെ ഇടത്തോടെ പറയാൻ കെൽപ്പുള്ള ഒരു നേതാവാണ് ടി മുഹമ്മദ് ബഷീർ സാഹിബ്. അതുകൊണ്ട് കൃത്യമായി തന്നെ അത് മനസ്സിലാക്കി ഈ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ കൃത്യമായും ഓരോ വോട്ടർമാർ മനസ്സിലെ വളരെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കി നിങ്ങളൊക്കെ ഇതിലേക്ക് കടന്നു വന്ന് നിങ്ങളാലാവുന്ന പ്രവർത്തനങ്ങൾ നടത്തി ഭൂരിപക്ഷം നമുക്ക് നേരത്തെ സമദാനി സാഹിബിൽ ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം നൽകി പാർലമെന്റിലേക്ക് അയക്കാൻ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ രംഗത്തിറങ്ങാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ
അതിന്റെ പോഷകഘടകങ്ങളായ മുസ്ലിം യൂത്ത് ലീഗിന്റെ, MSFന്റെ, സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ STUവിന്റെ, ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന STUവിന്റെ, പ്രിയപ്പെട്ട പ്രവാസി ലീഗിന്റെ, KMCCയുടെ, വനിതാ ലീഗിന്റെ, ദളിത് ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ കൃത്യമായ അച്ചടക്കത്തോടു കൂടെ തന്നെ നമ്മുടെ നേതൃത്വം നൽകുന്ന നമുക്ക് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്ത അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കൃത്യമായ അച്ചടക്കത്തോടു കൂടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ട് 26-ാം തീയതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 26-ാം തീയതി വരെ വിശ്രമമില്ലാത്ത പരിശ്രമങ്ങൾ നടത്തി ഓരോ ബൂത്തിലും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി നിങ്ങളുടേതായ ബൂത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വരണമെന്നാണ് ഈ സമയത്ത് വളരെ കൃത്യതയോടുകൂടെ തന്നെ STUവിന്റെ വലിയ ഭാരവാഹിത്വങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്ന STUവിന്റെ എളിയ പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ഏതായാലും ഈ ഒരു ചർച്ച വളരെ കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അഭിപ്രായങ്ങൾ രണ്ടുപേരിൽ നിന്നൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അതുകൂടി കേൾക്കണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമുക്ക് മറ്റുള്ള വിലക്കയറ്റപ്പോൾ പറയേ വേണ്ട. ഇവര് കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ആളുകൾ പറയും കേന്ദ്രമാണ്, എന്നാ പിന്നെ അവിടെ കേന്ദ്ര ഭരണം മതിയല്ലോ. അല്ല, നമ്മളൊരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ പഞ്ചായത്തില് പഞ്ചായത്തില് നമുക്ക് 30 രൂപക്ക് നടന്നിരുന്ന കേസ് 1200 രൂപ, 1200 നടന്നിരുന്ന 20,000 രൂപ എന്ന് വേണ്ടപ്പോ കറണ്ട് ബില്ല്, ഗ്യാസ്, വെള്ളത്തിന്റെ ബില്ല്, ഇത് പിന്നെ അരി പലചരക്ക് സാധനങ്ങള്, പെട്രോൾ ഡീസലിന്റെ വില നിത്യം ഇതിപ്പോ എന്താന്ന് പറഞ്ഞാല് 50-55 രൂപയായിരുന്നു UPA ഗവൺമെന്റ് കൂടെ ഭരിക്കുമ്പോ. അത് കഴിഞ്ഞിപ്പോ എത്രയാണ് നിൽക്കുന്നത്? ഇവര് പിന്നെ ഇന്ന് 10 രൂപ കൂടി കുറച്ച് ഇവര് മത്സരിക്കുകയാണ്, വർധനവിന് മത്സരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ചാല് ഈ രാജ്യം ഭരിക്കുന്നത് NDA ഗവൺമെന്റ് ആണെങ്കിൽ പോലും കോർപ്പറേറ്റ് കുത്തക ഭീമന്മാർക്ക് ഇത് തീറെഴുതി കൊടുത്ത് പെട്രോൾ മേഖലയും മറ്റ് എല്ലാ മേഖലയും തീറെഴുതി കൊടുത്ത് അവര് ഉറക്കം നിന്ന് എണീറ്റ് കൊണ്ട് ഇന്ന് 10 രൂപ കൂട്ടണമെന്ന് പറയുമ്പോൾ കൃത്യമായും അവർ പറയുന്ന രീതിയിൽ തന്നെ ഇവിടെ ഭരണം കൈയാളുകയാണ്. രാജ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ തീറെഴുതി കൊടുത്ത് കോർപ്പറേറ്റ് കുത്തക ഭീമന്മാർ ഇവരെ ഭരണത്തിലേറുമ്പോൾ രാജ്യത്തെ ഭരണത്തിലേറുമ്പോൾ ഇവിടെ അദാനിയും അംബാനിയും ഒക്കെ ഉള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഇന്ന് 100-200 ഇരട്ടി സാമ്പത്തിക സ്ഥിതിയിലേക്ക് സ്രോതസ് ഉണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്ന മോദി ഗവൺമെന്റ്. അപ്പൊ ആ ഗവൺമെന്റ് അവര് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് അവരുടെ 100 ഇരട്ടി 200 ഇരട്ടി സമ്പാദ്യം ഉണ്ടാക്കിയതിന് പുറമെ തന്നെ കോർപ്പറേറ്റ് കുത്തക ഭീമന്മാരെ വെച്ച് അവർക്ക് അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മറ്റേ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞതിന്റെ ഒരു ഉള്ളടക്കം. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അഭിമുഖിക്കുന്ന മത്സ്യ വിപണനം, ഞാനിപ്പോ അതിന്റെ മേഖല ഈ മത്സ്യ വിതരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്ക് ഒരു വലിയൊരു പൊസിഷൻ കിട്ടിയിട്ട് കാര്യമില്ല. ഇതൊക്കെ കടലടക്കം തീരെഴുതി കൊടുത്തു. ഇപ്പൊ മത്സ്യത്തിന് ഇപ്പൊ കിട്ടുന്ന മത്സ്യത്തെ ഇവർ തീരുമാനിക്കണം. ഞാൻ ഇന്ത്യക്ക് ഞാൻ കുറെ കാലത്ത് നമ്മളെ UPA ഗവൺമെന്റ് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഞാനൊക്കെ വിറ്റിരുന്ന അരി മത്തിക്ക് എന്തായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നു? അന്നൊക്കെ കിട്ടിയിരുന്ന 60 രൂപ, 40 രൂപ, 80 രൂപ, ഏറി വന്ന 100 രൂപ. ഇതിൽ കൂടുതൽ പോയിരുന്നില്ല. ഇന്നോ 240, 200 അത്തൂന്യമായി ആർക്കും നിർത്താൻ. ആരാണ് ഇവിടെ ഭരണകർത്താക്കന്മാരുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു നടക്കുന്നില്ല. സാധാരണ ഇവിടെ തൊഴിലാളി മേഖലയിൽ മത്സ്യം വിറ്റ് ജീവിക്കുന്നതും പിടിക്കുന്ന ആളുകളൊക്കെ വളരെ പട്ടിണിയിലാണ്, വളരെ ദുരിതത്തിലാണ്. അല്ല, അവർ ഉപയോഗിക്കുന്ന പെട്രോൾ ഡീസലിനൊക്കെ അധിക ചാർജും കാര്യങ്ങളും അവർക്കൊന്നും പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു 10-20 വർഷം മുമ്പ് ഞാനൊരു ബോട്ടിന്റെ സ്രാങ്കിനെ പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് 80,000 റുപ്യ ശമ്പളം ഉണ്ട്. അന്നൊക്കെ അത്ര റുപ്യ ശമ്പളവും കാര്യങ്ങളും നല്ല സെറ്റപ്പിലായിരുന്നു പോകുന്നത്. ഇന്നിപ്പോ ഒരു ബോട്ടിന്റെ ഒരു മോലാലിനോടോ അല്ലെങ്കിൽ ഒരു ബോട്ടുമായി ബന്ധപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ അറിയാം അവരുടെ ദുരിതത്തെ കുറിച്ച്. ബുദ്ധിമുട്ടില്ല, പ്രയാസത്തിലാണ്. കഴിക്കാൻ ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടാണ്. എന്താണ് മറ്റേത് രാവിലെ പോയിട്ട് വൈകുന്നേരം ഈ മീൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ 10 രൂപ കിട്ടിയിരുന്നു. ഇന്നത് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി. എങ്ങനെ ഈ നാടിനെ ഇത്രയധികം വളരെ കടക്കണിലാക്കിയ ഒരു സർക്കാർ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്? ഒരിക്കലും ഉണ്ടായില്ല. ഈ ഒരു 10 വർഷത്തിലാണ് നമ്മുടെ ഈ സാധന തൊഴിലാളി മേഖലയാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്ന നമ്മളെ അടിത്തട്ടിൽ നിൽക്കുന്ന ഈ കോൺഗ്രസിനെ കൊണ്ടല്ലാതെ ആരെ കൊണ്ടാ കഴിയുക? ഈ 10 കൊല്ലം നമ്മൾ അനുഭവിച്ചില്ലേ? ഈ BJP ഗവൺമെന്റ് വന്നിട്ട് നമ്മുടെ തൊഴിൽ മേഖല താറുമാറാക്കിയില്ല. അല്ല, മോട്ടോറുമായി ബന്ധപ്പെട്ട ഓട്ടോറിക്ഷക്കാരെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളൊക്കെ സുധീർവാദം പറയും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് 10 ഇരട്ടിയൊക്കെയാണ് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട്. ഞാൻ നമ്മളെ ഒരു പത്രത്തിൽ കാണാൻ കഴിയുണ്ടായിരുന്നു.
കഴിഞ്ഞ പ്രാവശ്യത്തെ 500 430 റുപ്യ ആയിരുന്ന ഫിറ്റ്നസ് 4300 റുപ്യ. അപ്പൊ എത്ര വർദ്ധിച്ചിട്ടുണ്ട്? വെറും 430 രൂപ ആയിരുന്ന ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് 4300 രൂപ. സാധാരണക്കാരൻ്റെ അടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. 600 റുപ്യ ഉണ്ടായിരുന്ന പിന്നെ 4 വീലിന്റെ ഫിറ്റ്നസിന് എത്രയാണ്? അത്രയും മാറ്റങ്ങൾ വരുത്തിയിട്ട് മോട്ടോർ മേഖലയിലും ലോറി മേഖലയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തില് ഇപ്പോ പിന്നെ ടാക്സിന്റെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാനം വാങ്ങുന്നത് ഒരു 12 വീല് ലോറിയാണെങ്കിൽ മോട്ടോർ രംഗത്ത് പെട്ടത് 12 വീല് ലോറിയാണെങ്കിൽ അതിലൂടെ 17,000-18,000 രൂപയാണ് 3 മാസത്തിൽ. ഇന്ന് നമ്മുടെ തൊട്ട സംസ്ഥാനമായ തമിഴ്നാട് ആയിക്കൊണ്ട് കർണാടക അവര് വാങ്ങുന്നത് 9,000 രൂപയാണ്. അതായത് 3,000 അല്ല 18,000. അവിടെ 9 പകുതി 9-18 പകുതി. അപ്പൊ ഈ അതല്ല ഈ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ലോറി വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്ന് കഴിക്കുന്ന അരിയും മറ്റു പലവ്യഞ്ജന സാധനങ്ങളും ചിലക്ക് ലോറികളിലാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ ആ വരുന്ന ടാക്സും ആ വരുന്ന കാര്യങ്ങളും വാഹനത്തിന് കൂടി കഴിഞ്ഞാൽ വാഹനത്തിന് വാടക കൂടും. വാഹനത്തിന് വാടക കൂടുമ്പോ സ്വാഭാവികമായിട്ടും 10 രൂപക്ക് ലഭിക്കുന്ന അരി 20-25 രൂപ അപ്പൊ അതുപോലുള്ള അതേപോലെ ഇവിടെ സൂചിപ്പിച്ചു പോകുന്ന ഓട്ടോ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഐറ്റങ്ങൾ 10,000-2,000 ഓടി കഴിഞ്ഞാൽ ഡീസൽ അടിച്ചൊരു അരി വാങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. അതായത് 400 ചില്ലാന രൂപ ഉണ്ടായിരുന്ന പെർമിറ്റ് കൊടുക്കാനും അതിന്റെ എഫ്സി ചെലവിന്റെ ഫീസ് അടക്കം ഉണ്ടായിരുന്നത് ഈ 430 രൂപ എന്നുണ്ട് 4,300 രൂപ. 100% വർദ്ധിച്ചു. 100% അല്ല, എത്ര അല്ല സാഹിബ്, ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവരെ തീരുമാനിക്കുക. 500 രൂപ ഉള്ളത് 50,000. ഇവിടെ എന്താ സമരമുഖത്തൊക്കെ തീപ്പന്തമായി നിൽക്കുന്ന ആളുകളെ ഭരണകക്ഷിയിലെ ആളുകളെ ഓർക്ക് ഓലെ ഇപ്പൊ ഈ പിന്നെ 430 രൂപ എന്നുള്ളത് 4,300 എന്നുള്ളത് UDF-ന്റെ വാഹനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ ഏത് വാഹനങ്ങളുണ്ടെങ്കിലും അവരൊക്കെ അടക്കേണ്ടത്. അപ്പൊ ഇതിന്റെ സമരമുഖത്ത് വരേണ്ടതും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ സമരമുഖ നിങ്ങള് അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഒക്കെ വോട്ടാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ ഞങ്ങളെ UDF സംവിധാനത്തിലുള്ളവർ മാത്രമല്ല നിങ്ങളെ പോലുള്ള സാധാരണ ജനങ്ങൾ ഇതിനൊക്കെ ജനവിധി എഴുതണം. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഗ്യാസ്, കറണ്ട്, പെട്രോൾ ഡീസലിന്റെ വർധന, വെള്ളത്തിന്റെ വർധന, കറണ്ട് ചാർജ്, ഞാൻ പറഞ്ഞില്ലേ പിന്നെ എല്ലാ മോട്ടോർ മേഖലയിലെ വർധനവ്, പിന്നെ പല അരി പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറി എന്ന് വേണ്ട എല്ലാ മേഖലയിലും ഉള്ള സാധാരണക്കാർക്ക് വരുന്ന എല്ലാ അനുഭവങ്ങളും മനസ്സിലാക്കി നിങ്ങൾ വോട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും. ആളുകൾ കാത്തിരിക്കണം. ഇതിപ്പോ എന്താ വിഷയം അറിയാം, ആളുകള് നമ്മള് മറ്റുള്ള ഇത് രാഷ്ട്രീയപരമായിട്ടല്ല പറയുന്ന കാര്യങ്ങളല്ല, ആളുകൾ ഇതൊന്നും ഇങ്ങനെ മനസ്സിലുണ്ട്. ഇതൊന്ന് ഇവരെ അല്ല പല ഓട്ടോറിക്ഷ തൊഴിലാളികളും ചാനൽ ചർച്ചകൾ വന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ ഭരണം അവസാനിപ്പിക്കാൻ. പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇലക്ഷൻ വന്ന സമയത്ത് ഇപ്പോഴാ പെൻഷൻ കൊടുക്കുന്നത്. അല്ല സുധീർ സാഹിബ്, അതിന് പെൻഷൻ കൊടുക്കുന്നതിന്റെ കഥ ഉണ്ട്. കടമെടുപ്പ് പിന്നെ അല്ല, ക്ഷേമനിധി ബോർഡിൽ നിന്ന് 1000-കണക്കിന് രൂപ കടമെടുത്തിട്ടാണ് ഈ പണി നടത്തുന്നത്. നമ്മളെ ക്ഷേമനിധി ബോർഡിലുള്ള നമ്മളെ തൊഴിലാളികൾക്ക് ഒന്നും കിട്ടാൻ വേണ്ടി ക്ഷേമനിധി ബോർഡിലുള്ള പണത്തിൽ നിന്ന് അതിന് 1000-കണക്കിന് രൂപ കടമെടുത്തിട്ടാണ് ഈ കേരള ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നത്. ജനങ്ങളുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി. ഇവർ ആർഭാടത്തിന് കുറവുണ്ടോ? ഇവര് നടക്കുന്നത് കണ്ട് ഇപ്പൊ ഒരു യാത്ര നടന്നല്ലോ. അതെന്ത് ആ ബസ്സിന്റെ വല്ല ഓർമ്മയുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നാളെ ചാനലിൽ കണ്ടുക്കണു കുറെ, പിന്നെ ഒരു മ്യൂസിയത്തിൽ പോയിട്ട് ഇപ്പൊ അത് ഇളകടില്ല എന്നാ പറയുന്നത്. ഏതായാലും നമ്മളെന്താ വെച്ചാൽ നമ്മളുടെ ചർച്ച വളരെ കൃത്യമായി തന്നെ പോസിറ്റീവായി നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തി പകരുകയാണ് നമ്മുടെ ആവശ്യം. ഇപ്പോ കേരളം വിട്ടുകഴിഞ്ഞ തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ഈ ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ഇന്ത്യ മുന്നണിയിലെ ആളുകളൊക്കെ ഒരുമിച്ച് ഒരു കൊടിക്ക് കീഴിൽ, അതായത് പിന്നെ അവിടെ പിന്നെ പ്രചരണം നടത്തുന്ന വാഹനത്തിലുള്ള കൊടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി ഉണ്ടാവും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി ഉണ്ടാവും, CPM-ന്റെ കൊടി ഉണ്ടാവും, CPI-യുടെ കൊടി ഉണ്ടാവും. ഒക്കെ പല ഇതര സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമ്മൾ മുന്നേറുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ തന്നെ നമ്മളുടെ ഒക്കെ
പിന്നെ മുന്നേറ്റം നടത്തേണ്ടത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ള ഒരു അക്ഷമരായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി തന്നെ മുഖ്യ ശത്രു എന്നുള്ള നിലയ്ക്ക് NDA ഗവൺമെന്റും BJPയുമാണെന്ന് മനസ്സിലാക്കി ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. അതാണ് ഇവിടെ രാഷ്ട്രീയപരമായി നമ്മൾ പറയുമ്പോൾ കൃത്യമായി തന്നെ നമ്മുടെ മുഖ്യ ശത്രു NDA ഗവൺമെന്റും BJPയാണ്. അവരെ താഴെയിറക്കാൻ കൃത്യമായി തന്നെ നമുക്കറിയാം. പിന്നെ ഇവിടെ ഞാൻ സൂചിപ്പിച്ച എല്ലാ മേഖലയിലും കടന്നു വന്നിട്ടുള്ള സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു ദുരവസ്ഥ ഉള്ള കാലത്ത് നിന്ന് മാറ്റം വരുത്താൻ നമ്മുടെ രാജ്യത്തെ ഈ ഒരു പരമോന്നത പിന്നെ രാജ്യം എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലക്ക് ആ ഒരു നിലയിലേക്ക് രാജ്യത്തെ പടുത്തുയർത്താൻ ഇവിടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കി കൃത്യമായി തന്നെ ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ചർച്ച ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എല്ലാ മേഖലയും എത്തിയെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ മേഖല, എന്റെ മത്സ്യ വിതരണ മേഖല അത് ശക്തമായിട്ട് കൊണ്ടുതന്നെയാണ് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പിന്നെ മറ്റുള്ള ബൂത്ത് തലത്തിലും അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സംസ്ഥാന മത്സ്യവിതരണ തൊഴിലാളികളുടെ സംസ്ഥാന ട്രഷററാണ് AK നാസർ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പ്രിയങ്കരനായ മലപ്പുറം ജില്ലയിലെ അധ്യക്ഷൻ കൂടിയാണ്. അപ്പൊ സംസ്ഥാന തലത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ ഈ ഹാർബറുകളിലൊക്കെ കയറി ഇറങ്ങി യൂണിറ്റുകളുടെ പ്രവർത്തനം നടത്തി കൃത്യമായി പരിജ്ഞാനമുള്ള ഒരു വ്യക്തിത്വമാണ്. സാധാരണക്കാർക്കിടയിൽ മത്സ്യത്തൊഴിലാളികള്, മത്സ്യവിതരണ തൊഴിലാളികള് എല്ലാ മേഖലയിലും കടന്നു ചെന്ന് കൃത്യമായി അതിൻ്റെയൊക്കെ പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനറിയാം കൃത്യമായി സാധാരണക്കാരന്റെ ദുരവസ്ഥ. അതേപോലെ തന്നെ മോട്ടോർ തൊഴിലാളി മേഖലയിൽ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കർഷക തൊഴിലാളി, കർഷകരുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് കർഷകരെ, ലക്ഷക്കണക്കിന് കർഷകരാണ് ഡൽഹിയിൽ ഇവിടെ സമരമുഖത്തേക്ക് വന്നത്. കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. അവരുടെ ലോണുകൾ എഴുതി തള്ളുന്നില്ല, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. കർഷകരെ, ഈ രാജ്യത്തിന്റെ നെടുന്തൂണാണ് കർഷകരെ. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരക്ക് ലോറികളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അരിയും പലചരക്ക് മറ്റു സാധനങ്ങളും സാമഗ്രികളും ഇവിടേക്ക് കൊണ്ടുവരാൻ അത് അവരുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള പിന്നെ അരിയും മറ്റുമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പൊ കർഷകരെ ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ, കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ, തമിഴ്നാട്ടിലൊക്കെ നമ്മൾ തൊട്ട സംസ്ഥാനമായ തമിഴ്നാട്ടില് കർഷകർക്ക് അവിടെ വെള്ളം ഫ്രീ ആണ്, കറണ്ട് ഫ്രീ ആണ്, എല്ലാ മേഖലയിലും അവർക്ക് എല്ലാം ഫ്രീ നൽകി. അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾക്ക് യാത്ര ഫ്രീ ആണ് തമിഴ്നാട്ടിൽ. കർണാടകത്തിലൊക്കെ അതേപോലെ തന്നെ കർഷകരെയാണ് ഏറ്റവും മുന്നിൽ കൊണ്ടുവരുന്നത്. കാരണം കർഷക മേഖല തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം വളരെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പൊ അതിനൊക്കെ കരകയറാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരണം. അതിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ മുന്നിൽ നിന്ന് നയിക്കണം. അതിന് പിന്നിൽ നിന്ന് നയിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പോഷക ഘടകം എന്നുള്ള നിലക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡല കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്കും വിവിധ ഫെഡറേഷൻ മേഖലകളിൽ, മോട്ടോർ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, സുധീർ എന്ന മുതിർ തൊഴിലാളി യൂണിയന്റെ എല്ലാ മേഖലയിലും കൃത്യമായി പരിജ്ഞാനമുള്ള ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ മത്സ്യ വിതരണ തൊഴിലാളി മേഖലയിൽ എല്ലാ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ കർഷക തൊഴിലാളി മേഖലയിലൊക്കെ നമുക്ക് പ്രവർത്തനം നടത്താൻ ഏറ്റവും നല്ല ഒരു മേഖല വരണമെങ്കിൽ, നല്ലൊരു തയ്യാറെടുപ്പ് നടത്തണമെങ്കിൽ ഇവിടെ വീണ്ടും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും, ഞങ്ങളുടെ മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന 140 കോടി ജനതയുടെയും അത്യാവശ്യമാണ്. അതിനേക്കാൾ ഉപരിയായി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഓരോ വോട്ടർമാരും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വോട്ടവകാശം, കൃത്യമായി പുതിയ വോട്ടർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ കൃത്യമായി വിനിയോഗിച്ച് ഈ രാജ്യത്തിന്റെ പരമോന്നത സഭയായ പാർലമെന്റിനകത്തേക്ക് നിങ്ങൾ പറഞ്ഞയക്കുന്ന വ്യക്തിത്വം, അത് പ്രാഗൽഭ്യമുള്ള, പ്രവൃത്തി പരിചയമുള്ള, തന്റെ ഇടമുള്ള, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായി പ്രവർത്തിച്ച് കൃത്യമായി അവരുടെ യാതനകളും വേദനകളും അനുഭവിക്കുന്നവരുടെ താങ്ങും തണലുമാകുന്ന, അവർക്ക് വേണ്ട വിദ്യാഭ്യാസ ചെലവുകൾ നൽകുന്ന, അവരുടെ വീടുകൾ അവർക്ക് വേണ്ടി നൽകുന്ന, അതുപോലെ തന്നെ അവർക്ക് വേണ്ട വിവാഹ ധനസഹായങ്ങൾ നൽകുന്ന, അവരുടെ വിദ്യാഭ്യാസങ്ങൾക്ക് എല്ലാവിധ ചെലവുകളും നൽകുന്ന, അതിനൊക്കെ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു ജനപ്രതിനിധിയായി ഇന്ത്യ മുന്നണിക്ക് കീഴിൽ ഒരു ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാൻ 543 MP-മാരിൽ ഒരാൾ ET മുഹമ്മദ് ബഷീർ സാഹിബ്, അത് കഴിഞ്ഞ തവണ ഈ ബഹുമാനായ സമദാനി സാഹിബ് വിജയിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ
വൻ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് കൂടി ഈ സമയത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ ഒരു പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കൃത്യമായി കേരളത്തിലുടനീളം എത്തുമെന്നുള്ള നിലക്ക് തന്നെ മുസ്ലിം ലീഗിന്റെ മറ്റൊരു പിന്നെ സ്ഥാനാർത്ഥിയായ ബഹുമാനായ സമദാനി സാഹിബിനെ കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ടതില്ല. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും എല്ലാവരും കേരളത്തിൽ ഉള്ള എല്ലാ ഇതര മതസ്ഥരായ എല്ലാവർക്കും വളരെ സ്വീകാര്യനായ വ്യക്തിത്വമാണ് ഈ ബഹുമാനിയ സമദാനി സാഹിബ്. അമ്പലത്തിലുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ ചർച്ചകളിലുള്ള കാര്യങ്ങളിലും കൃത്യമായി എല്ലാ മേഖലയിലും കടന്നു ചെന്നുകൊണ്ട് അവർക്കൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ കെൽപ്പുള്ള ഒരു സാംസ്കാരിക നായകൻ കൂടിയാണ് സമദാനി സാഹിബ്. അദ്ദേഹത്തെ കൂടി ഈ പാർലമെന്റിലേക്ക് അയക്കാൻ പൊന്നാനിക്കാർ കൂടി ഈ മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് മത്സരിക്കുന്ന 20 രാഹുൽ ഗാന്ധിയുടെ വയനാടടക്കമുള്ള ഒരറ്റത്ത് മറ്ററ്റത്ത് നിൽക്കുന്ന തിരുവനന്തപുരത്തെ ബഹുമാനപ്പെട്ട ശശി തരൂർ അടക്കമുള്ളവരെ ഈ 20 പിന്നെ സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ നമുക്ക് മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷം നേടിയിട്ടുള്ള തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കുന്ന നവാസ് ഗനി അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇന്ത്യ കൃത്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ഹരിത പതാകയ്ക്ക് കീഴിൽ മത്സരിച്ച് കൃത്യമായും ഈ 3 പാർലമെന്റിൽ എംപിമാരും ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഉണ്ടാകുമെന്ന് 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതിനെ അക്കക്കൂട്ടാൻ വലിയ ജനപിന്തുണ നൽകി ഭൂരിപക്ഷത്തോടു കൂടി അവരേക്ക് വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഈ സമയത്ത് ഈ ചർച്ചയിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഒരു ചർച്ച ഒരു വേറിട്ട ചർച്ചയായിരിക്കണം. കാരണം സാധാരണക്കാർ ഈ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴേ സാധാരണക്കാർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാകും. കാരണം അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി മുതൽ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി തന്നെ ഞങ്ങൾക്കൊക്കെ ഓട്ടോറിക്ഷ തൊഴിലാളികളായി പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിൽ അതിന്റെ വിതരണവും അതുപോലെ തന്നെ മത്സ്യമേഖലയിൽ കൃത്യമായി പരിജ്ഞാനമുള്ള വ്യക്തിത്വങ്ങൾ. അതുപോലെ തന്നെ കർഷക മേഖലയിൽ കൃത്യമായി നമ്മുടെ പഞ്ചായത്തിൽ ADC മെമ്പറായി 10ഉം 20ഉം വർഷമായി തുടരുന്ന പഞ്ചായത്തിന്റെ കൃഷിഭവനിൽ കൃത്യമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അതിന്റെ പ്രൊജക്ടുകളൊക്കെ കൃത്യമായി പരിജ്ഞാനമുള്ള വ്യക്തിത്വങ്ങൾ. ഇതേക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായി ഏകദേശം സാധാരണക്കാർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആശയത്തെക്കുറിച്ചൊക്കെ ഏകദേശം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. നിങ്ങളെക്കാൾ കൂടുതൽ ഒരു അറിവുകളൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഇത് നിങ്ങൾ കൂടെ അറിയേണ്ടതിലേക്ക് ഞങ്ങളുടെ ചർച്ച ഇവിടെ കൊണ്ടുവന്നു എന്ന് മാത്രം. ഇത് സംബന്ധിച്ച പ്രിയപ്പെട്ട പിന്നെ മോട്ടോർ തൊഴിലാളി യൂണിയന്റെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിന്റെ നിയോജകമണ്ഡലം ട്രഷറർ എന്നുള്ള നിലക്കല്ല, അദ്ദേഹം ജില്ലയിലും മറ്റു മേഖലയിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നിയമപരമായ കാര്യങ്ങളിലൊക്കെ കൃത്യമായി എല്ലാ മേഖലയിലും കൃത്യമായി ഏതൊരു ഉദ്യോഗസ്ഥനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു വ്യക്തിത്വം കൃത്യമായി പിന്നെ അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഓരോ സ്ഥാനങ്ങള് ഒരാൾക്ക് ഒന്നല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ പ്രവർത്തനം നമുക്കൊരു സ്ഥാനത്ത് പിന്നെ മണ്ഡലമാണെങ്കിൽ പോലും ജില്ലയിലും സംസ്ഥാനത്തൊക്കെ പ്രവർത്തിക്കാൻ പിന്നെ നമ്മുടെ പ്രസ്ഥാനം അതിനെ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട AK നാസർ